ഇവർക്ക് നമസ്കാരം. നമ്മളിന്ന് +1കാരുടെ മോഡൽ എക്സാമിന് വന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങളാണ്. നമ്മുടെ ക്ലാസ്സിലിരുന്ന് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഇരുന്നൊരു അറിയാൻ വയ്യാത്ത ചോദ്യം എങ്ങനെ ചെയ്ത് തീർക്കും? എന്തായാലും ഇത് വായിക്കാൻ പോലും നോക്കാത്തവർ ഒത്തിരി പേരുണ്ട്. വായിച്ച് നോക്കാൻ പോലും പോയില്ല, അടുത്തിലൂടെ ഓടിയൊരു ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി മാത്സ് നല്ലതായിട്ട് പഠിക്കാനുള്ള ഒരു നല്ല ചോദ്യമാണ്. ഇവിടെ നോക്കിയ ഒരു പരാബോളയുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. ഇത് സെന്റർ ആണ്, സർക്കിളിന്റെ ഒറിജിൻ ആണ് സെന്റർ. ഇക്വേഷൻ ഓഫ് പരാബോള ഈസ് y² = 8x. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ എസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ആണ്. പിന്നെ അതുപോലെ ലാറ്റസ് റെക്ടം, ഈ നീളം വരെ കണ്ടുപിടിക്കണം. L ഇത്രയും കണ്ടുപിടിക്കണം. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും എളുപ്പമായിരിക്കും. പക്ഷെ ഇതിനൊക്കെ സമയം വേണം, സമാധാനം വേണം, അല്ലേ? ഇത് രണ്ടും ഇല്ലാത്ത സമയത്ത് എങ്ങനെ ചെയ്യാനാ? അപ്പൊ y² = 8x ആണെങ്കിൽ നമ്മുടെ 4a is equal to 8. therefore a equal to 8/4 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് കിട്ടി മോനെ, എസ് കിട്ടി മോനെ 20. ഓക്കെ, A0 that is 20. ഇത് 20 എന്ന് പറയാൻ കാരണം ഇതുണ്ട്. അപ്പൊ ഈ ലെങ്ത് അപ്പൊ നമുക്ക് എത്ര എഴുതാൻ മോനെ? 2. ഇത് 20 ആണെങ്കിൽ ഈ നീളം ഈ നീളം നമുക്ക് ആരെന്ന് എഴുതാം? 2. ഇനി ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ. അതിന്റെ ഫോർമുല 4a എന്നാണ്. അവിടെ A2 കിട്ടിയുണ്ട്. 4 × 2 എത്ര മോനെ? 8. ഈ നമ്പർ കേട്ടോ, 8. അപ്പൊ ഈ ടോട്ടൽ നീളം എത്ര മോനെ? 8 ആണ്. ഇത് 8 ആണെങ്കിൽ ഇത്രയും 4 ആ മോനെ, ഇതും 4 ആ. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കിക്കേ, ഇത് 2, ഇത് 4. അങ്ങനെയാണ് ഈ പോയിന്റ് നമുക്ക് ആരെന്ന് എഴുതാൻ മോനെ? 2 4. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചില്ലയോ? ഇതും ഉണ്ടെങ്കിൽ ഈ പോയിന്റ് കിട്ടി 2 4. ഈ പോയിന്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ മോനെ. ഈ നീളമല്ലേ മോനെ റേഡിയസ്? ഈ നീളമല്ലേ റേഡിയസ്, അല്ലേ? ഇത് ഒറിജിൻ ആ മോനെ, ഇത് 2 4 ആ. ഈ രണ്ട് പോയിന്റ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിന്റെ ആരാ? റേഡിയസ്. അപ്പൊ റേഡിയസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 0 ആൻഡ് ആരാ മോനെ? 2 4. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, അറിയാമല്ലോ ഒറിജിൻ ആണ് ഒരു പോയിന്റ് എങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് പോയിന്റ്സിന്റെ സ്ക്വയേഴ്സുകൾ അങ്ങ് എടുത്താൽ മതി. 2² + 4², ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4 + 16 റൂട്ട് ഓഫ് 20. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് പൈതോറസ് തിയറം അപ്ലൈ ചെയ്യാൻ മോനെ. അങ്ങനെയും ചെയ്യും കേട്ടോ. അതാണ്ട് ഇത് 90 ഡിഗ്രിയാ, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞ സർക്കിളിന്റെ ആരാ? റേഡിയസ്. അങ്ങനെ റൂട്ട് ഓഫ് ബേസ്² + ഓൾട്ടിറ്റ്യൂഡ്², അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും കിട്ടി. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്താ മോനെ? സർക്കിളിന്റെ ഇക്വേഷൻ സെന്റർ ഒറിജിൻ ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = r². ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. ഓക്കെ, x² + y² is equal to r², or x² + y² equal to √20², or x² + y² equal to 20. കഴിഞ്ഞു, തീർന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇതൊക്കെ നമുക്ക് ഇപ്പൊ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എക്സാമിനേഷന് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങോട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള ക്ഷമ കിട്ടത്തില്ല. ഇതൊക്കെ അറിയാതിരിക്കും, പക്ഷെ ഇതൊന്ന് ചിന്തിച്ച് എഴുതാനുള്ള ക്ഷമ വേണ്ടേ? ആ സമയത്ത് ആരെ കൊണ്ടും അങ്ങനെ എളുപ്പമല്ല. പിന്നെ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ചോദ്യമാണ്. ഇതേപോലെ ഇന്നത്തെ നമുക്ക് പ്രോബ്ലംസുകളൊക്കെ ചെയ്ത് ഇങ്ങനെ തരും കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും +1ന്റെ റിവിഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് +2ന്റെ റെഗുലർ അടിപൊളിയായിട്ട് മാത്സിനെ നമ്മുടെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ കൂടെ ട്രിക്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, നല്ല രീതിയിൽ കൂടെ പഠിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ കൂടെയാണ് നോട്ട്സുകളും പിന്നെ ഇക്വേഷൻ ബുക്ക്ലെറ്റ്സുകളും പിന്നെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് ഏകദേശം 95% പ്രഡിക്ഷനോടുകൂടിയുള്ള ക്വസ്റ്റ്യൻ പാക്കേജും തരും. നിങ്ങളും ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഈ ക്ലാസ് ഇപ്പം നിർത്തുകയാണ്. ഉടൻ തന്നെ ഇതേപോലെ ക്ലാസ്സുകൾ വരും. നിങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് നോക്കിയിരിക്കുക. പുതിയ ക്വസ്റ്റ്യൻസുകൾ പുതിയ രീതി കൂടെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അതുപോലെ എല്ലാവരും ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ട. ഗുഡ് ബൈ.